അങ്ങനെ RSSും BJPയും കൂടി CPMന്റെ നെഞ്ചത്തും കുടിലുകെട്ടി താമസം തുടങ്ങി. രാജ്യത്തിന്റെ മറ്റു പല ഭാഗത്തും കോൺഗ്രസിനെ മൊത്തം ആവാഹിച്ച് BJPയിൽ കുടിയിരുത്തുകയായിരുന്നുവെങ്കിൽ കേരളത്തിൽ ആദ്യം ആവാഹിച്ചെടുത്തത് സാക്ഷാൽ AK ആന്റണിയുടെ മകനെയായിരുന്നു. രാഷ്ട്രീയ കൗതുകത്തിന്റെ പേരിൽ ഗ്രൂപ്പ് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാകാം K കരുണാകരന്റെ വീട്ടിലും അത് ആവർത്തിച്ചു. ഒരേ മൂലം കേരളത്തിലെ ഈ കഴിഞ്ഞ കാലയളവിലെ പ്രമുഖരായ 2 കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു ആന്റണിയും കരുണാകരൻ. അതിനു മുമ്പ് കോൺഗ്രസിന്റെ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായ R ശങ്കറിന്റെ മകനെ ദത്തെടുത്ത വിവരം ആരും മറന്നുപോയിട്ടില്ല. ഈ കാലയളവിലൊന്നും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിലും കൊടികുത്തുവാനുള്ള അവസരം BJPക്കോ RSSനോ ലഭിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ അതിനെ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചതോടുകൂടി അച്യുതാനന്ദന്റെ വീട്ടിലും അവർ കയറി വെട്ടിനിരത്തി കൊടികുത്തി എന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. അതിനിടയിൽ VSന്റെ മകൻ അരുൺകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടു. അവാർഡ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂവെന്നും തന്റെ പിതാവിന്റെ പ്രവൃത്തികൾ അംഗീകരിച്ചതിൽ കുടുംബാംഗങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്നും ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നുമാണ് അരുൺകുമാർ പറഞ്ഞത്. VS ജീവിച്ചിരുന്ന കാലത്ത് ഇതുപോലെയുള്ള അവാസ്തവമായ കാര്യങ്ങൾ എഴുന്നള്ളിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുൾമുനയിൽ നിർത്തുമായിരുന്നു. അതേ തന്ത്രമാണ് അരുൺകുമാറും പയറ്റി നോക്കുന്നത്. ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്ന് അരുൺകുമാർ ധരിക്കരുത്. പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനുവാദം വാങ്ങാതെ അത് ചെയ്യില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആരും പത്മ അവാർഡ് മേടിച്ചതായി ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രത്തിലൊന്നും. ജ്യോതിബാസു അടക്കമുള്ളവർ അത് നിരസിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് അരുൺകുമാർ തങ്ങളറിയാതെ പത്മ അവാർഡ് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. തൻ്റെ അച്ഛൻ ഈ നാടിന് നൽകിയ സംഭാവനകൾക്ക് അംഗീകാരം എന്ന നിലയിൽ പത്മ അവാർഡ് നൽകിയത് തങ്ങൾക്ക് സന്തോഷമുണ്ടെന്നാണ് അരുൺ പറഞ്ഞത്. അദ്ദേഹം എന്ത് സംഭാവനയാണ് ഈ രാജ്യത്തിന് നൽകിയതെന്നും കൂടി അറിയുവാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഏതായാലും RSSന്റെ കടന്നുകയറ്റം തുടരുകയാണ്. അവരുടെ ഏറ്റവും വലിയ ആയുധം ക്ഷമ തന്നെയാണ്. പരാജയത്തിന്റെ നിരാശയുമില്ല, വിജയത്തിൽ അമിതമായ സന്തോഷവുമില്ല. അതുകൊണ്ടാണ് കേവലം 2 അംഗങ്ങളുമായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് തുടർച്ചയായി 3 ടേമും പലപ്പോഴായി അതിൽ കൂടുതലും രാജ്യം ഭരിക്കുന്നത്.